ഹലോ പാട്രിയോട്ട്. 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമ. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. മഹേഷ് നാരായണനാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അവസാനമായി മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചത് 2008 2020-ലാണ്. പ്രതികാരവും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും എല്ലാമായി ഒരു മാസ് സിനിമ. അങ്ങനെ ഒരു സിനിമയാണ് നിങ്ങൾ പാട്രിയോട്ടിലും പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ വലിയ ഹീറോയിസമോ മാസ് ഡയലോഗുകളോ ഇല്ലാതെ സ്വാഭാവികമായി നീങ്ങുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ട്. നായകനും കൂട്ടുകാരനും ഒന്നും സർവ്വഗുണ സമ്പന്നരല്ല. ദാമ്പത്യ പരാജയങ്ങളും പരിസ്ഥിതി ബന്ധവും ലിവിങ് ടുഗദറും എല്ലാം ഉള്ള സിനിമയാണ് പാട്രിയോട്ട്. പിന്നെ ഇത് സിനിമയുടെ ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് വീഡിയോയാണ്. സ്പോയിലേഴ്സ് ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ കാണാത്തവർ ഉണ്ടെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണും. നമ്മളെല്ലാവരും സിസ്റ്റത്തിന് അടിമകളാണ്. സിസ്റ്റത്തിനകത്തുള്ളവർ കറപ്റ്റഡ് ആണെങ്കിൽ അതിപ്പോൾ വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ അതിൻ്റെ ഇരകളും നിസ്സഹായരുമാണ്. നമ്മുടെയൊക്കെ ഡാറ്റകൾ ചോർത്തുന്നതും അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചുമാണ് സിനിമ സംസാരിക്കുന്നത്. ഇത് സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. കോടികൾക്ക് വേണ്ടി നമ്മുടെ സ്വകാര്യത നാം അറിയാതെ വിൽക്കപ്പെടുന്ന കാലമാണിത്. ഈ അടുത്തൊരു സാമൂഹ്യ മാധ്യമ ആപ്പിൻ്റെ ഉടമ അതിൻ്റെ ഉപയോക്താക്കളുടെ സ്വകാര്യത അവരറിയാതെ പരസ്യ കമ്പനികൾക്കായി വിറ്റതിന് ഭീമൻ തുക പിഴയടച്ചത് നമ്മൾ കണ്ടതാണ്. ഈ സിനിമ എത്ര ദുർഘടമായ അവസ്ഥയിലൂടെയാണ് മാനവരാശി ഒന്നാകെ കടന്നു പോകുന്നതെന്ന്, എഐയുടെയും മാസ് സർവൈലൻസിൻ്റെയും വലയിൽ നമ്മൾ പൂർണ്ണമായും പെട്ടുകഴിഞ്ഞു എന്ന് നടക്കുന്ന യാഥാർത്ഥ്യം ഒന്നുകൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനെതിരെ പോരാടുന്ന ഒരു ഹൈ പ്രൊഫൈൽ ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂക്ക. ആസ് യൂഷ്വൽ ഗംഭീരം പ്രകടനം തന്നെയാണ് മമ്മൂക്ക നടത്തിയിരിക്കുന്നത്. മമ്മൂക്കയെ സംബന്ധിച്ച് ഇതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറൊന്നുമല്ല. പക്ഷേ കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലും മമ്മൂക്ക ഒന്നാം തരമാക്കി. ഉദ്യോഗജനവും കാണികളെ പിടിച്ചിരുത്തുന്നതുമായ ഒരു ഫസ്റ്റ് ഹാഫാണ് സിനിമയുടേത്. ഒരു ഇൻ്റർനാഷണൽ സിനിമ കാണുന്ന ഫീലാണ് സിനിമ തരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥയുടെ ആ കെട്ടുറപ്പും മനോഹരിതയും ചോർന്നത് പോലെ തോന്നി. ലാലേട്ടൻ്റെ എൻട്രിയോടുകൂടി സിനിമ വീണ്ടും ഓണായി. ഒരു കാര്യം പറയാതെ വയ്യ, ഈ ഒരു പ്രായത്തിലും എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ് രണ്ടുപേർക്കും. വളരെ ഒതുക്കത്തോടെയുള്ള ഒരു പ്രകടനമാണ് ലാലേട്ടൻ കാഴ്ചവെക്കുന്നത്. സിനിമയുടെ അവസാനത്തോടെ നമ്മളെ ഇമോഷണൽ ആക്കുകയും കണ്ണു നനയിക്കുകയും ചെയ്യുന്നുണ്ട് ലാലേട്ടൻ്റെ കേണൽ റഹീം. മമ്മൂക്കയുടെ ഡാനിയും കേണലുമായുള്ള ഹൃദയബന്ധവും മനസ്സിൽ തൊടുന്നതാണ്. ഫഹദിൻ്റെ ക്യാരക്ടർ അല്പം എക്സെൻട്രിക്. അച്ഛനും മകനുമായിട്ടുള്ള ബന്ധത്തിലെ വിള്ളലുകളും ഓരോരുത്തരുടെയും സ്വാർത്ഥതയും കാണിക്കുന്ന സീൻ ഫഹദ് ഗംഭീരമാക്കി. ഫഹദിൻ്റെ അച്ഛനായി രാജീവ് മേനോൻ തൻ്റെ റോൾ മികവുറ്റതാക്കിയിട്ടുണ്ട്. താൻ മീഡിയയെ നേരിടുമെന്ന് പറഞ്ഞ് എയർപോർട്ടിലൂടെ വരുമ്പോഴുള്ള ആ ഭാവവും സംസാരവും ലാസ്റ്റ് സീനുമൊക്കെ എടുത്തു പറയേണ്ടതാണ്. ചാക്കോച്ചനും നന്നായി തൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളിൽ സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത് ഷെറിൻ ഷിഹാബിനാണ്. മമ്മൂട്ടിയോടൊപ്പം തന്നെ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. രേവതി, നയൻതാര, ഗ്രേസ് ആൻ്റണി, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റു സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഷഹീൻ സിദ്ദിഖ് കുറച്ചേ ഉള്ളുവെങ്കിലും ശ്രദ്ധ നേടുന്ന പ്രകടനമാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇന്ദ്രൻസ് ഒരു ചെറിയ റോളിലുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മനോഹരവും ഗംഭീരവുമായ മേക്കിംഗ്, ഗംഭീരമായ ഒരു താരനിര, അവരുടെ മികച്ച പ്രകടനങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിലും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പക്ഷേ എന്തോ ഒരു അതൃപ്തിയാണ്. മറ്റുള്ളവർ നമ്മുടെ ഒരു കാര്യങ്ങൾ അറിയുന്നു, നമ്മൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നത് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ ഹോണ്ട് ചെയ്യിക്കുന്നുണ്ട്. എന്നാലും ചേരിയിലുള്ള ആ കുട്ടിയുടെ കാര്യവും മറ്റ് സീനുകളും ഒക്കെ കാണിക്കുന്നത് അത്ര എഫക്റ്റീവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിയോ എന്നൊരു സംശയമാണ്. സിനിമ അവസാനത്തെ അരമണിക്കൂർ മുന്നേ തീർന്നു കഴിഞ്ഞിരുന്നു എന്ന് തോന്നി. വലിച്ചു നീട്ടിയ എൻഡിങ്, ആവശ്യമില്ലാത്ത കുറച്ച് സീനുകൾ, ഇമ്പാക്റ്റ് തരാത്ത ചെറിയൊരു ട്വിസ്റ്റ്, ഇതൊക്കെ ശരിയായിരുന്നെങ്കിൽ വളരെ നല്ലൊരു പടം ആകുമായിരുന്നു എന്ന് തോന്നി. ഓവർ നാടകീയത കൊണ്ടുവരാൻ ലാലേട്ടന് കൊല്ലുണ്ടായിരുന്നു. ആളുകൾ ഓഫീസിലേക്ക് ഇരച്ചു കയറിയതും കമ്പിത്തിരികൾ കത്തിച്ച് പുറകെ ഓടിയതും ഇലക്ഷനിൽ ജയിക്കാൻ മകനെ കൊല്ലാൻ നോക്കിയതുമൊക്കെ ക്രിഞ്ചായിട്ടാണ് തോന്നിയത്. ഫഹദിൻ്റെ ശക്തി ഇത്രയ്ക്ക് ഹൈപ്പർ ആവേണ്ടായിരുന്നു. ലാലേട്ടൻ ഇത്ര എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു റെൻ്റൽ വണ്ടിയുടെ GPS പറിച്ചു കളഞ്ഞത്? ഇതൊക്കെ എൻ്റെ സംശയങ്ങളും തോന്നലുകളുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.